കേരളത്തിലെ ലോങ്സ്റ്റ് സിപ്പ് ലൈൻ ഉൾപ്പെടെ കുറെ അധികം അഡ്വഞ്ചർ ആക്ടിവിറ്റീസുമായിട്ട് ഒരു അടിപൊളി പാർക്ക്. ഇതിനായിട്ടിലെ കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ട്രൈ ചെയ്ത് കേരളത്തിലെ ഏറ്റവും നീളം കൂടി സിപ്പ് ലൈൻ ആണ്. സിപ്പ് ലൈൻ്റെ എൻട്രൻസിന്റെ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കും. സിപ്പ് ലൈൻ ഒക്കെ ചെയ്ത് കാരാപ്പുഴ ഡാമിന്റെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് പാർക്കിന്റെ ഉള്ളിലാണ്. രണ്ടാമതായിട്ട് നമ്മൾ സ്പേസ് ടവർ എന്ന് പറഞ്ഞ അഡ്വഞ്ചർ ആക്ടിവിറ്റി ആണ് ചെയ്തത്. 360 വ്യൂവിൽ പാർക്കിന്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. സ്പേസ് ടവർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പാർക്കിന്റെ ഫുൾ വ്യൂ കണ്ട് നമ്മൾ നേരെ പോയത് ട്വിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു അഡ്വഞ്ചറിലോട്ടാട്ടോ. ട്വിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സൗത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ജെയിൻ സ്വിംഗിലാണ് നമ്മൾ അടുത്ത് കയറിയത്. പാർക്കിൽ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ പേടി കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് ഈ കാണുന്ന ജെയിൻ സ്വിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ പാർക്കിൽ വരുന്നവർ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഈ കാണുന്ന ജെയിൻ സ്വിംഗ്. ജെയിൻ സ്വിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫ്ലൈയിങ് ചെയറിലോട്ടാണ്. കുട്ടികൾക്ക് മാത്രമല്ല ഇത് മുതിർന്നവർക്കും ട്രൈ ആവുന്ന ഒരു അടിപൊളി ഐറ്റം ആട്ടോ. ഫ്ലൈൻ ചെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് VR സോണിലോട്ടാണ്. കേരളത്തിൽ നിന്നും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫ്ലൈയിങ് സിനിമയിലോട്ടാണ് പോയത്. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് ഫ്ലൈയിങ് സിനിമ വരുന്നത്. നമ്മുടെ കാരാപ്പുഴ അഡ്വഞ്ചർ സോണിലാണ്. ഓൾമോസ്റ്റ് ഒരു 7 അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ വരുന്നത്. കുട്ടികൾക്കുള്ള ട്രെംബോലൈൻ പാർക്കും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഇഷ്ടമാതിരി സ്പേസും സ്പോട്ടുകളും ഇവിടെ ഉണ്ട്. ഇനി വയനാട്ടിലോട്ട് ട്രിപ്പ് ഒക്കെ വരുന്നവർക്ക് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും.